ഹലോ കൂട്ടുകാരെ, പഴയ കാലത്ത് ഒരു കറിയാണ് കേട്ടോ. ചേമ്പ് വെച്ചിട്ട് എൻ്റെ അമ്മുമ്മയൊക്കെ ഉണ്ടാക്കി തരുന്നൊരു കറിയാണ്. ചേമ്പും കുടമ്പുളി ഇട്ടിട്ടൊരു കറി. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ചേമ്പ് കറി തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കൊച്ചു ചേമ്പ് ഇട്ടാലാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാകുന്നത്. എനിക്ക് കൊച്ചു ചേമ്പ് കിട്ടിയില്ല, അതുകൊണ്ട് വലിയ ചേമ്പുണ്ടല്ലോ, നമ്മുടെ കടയിലൊക്കെ കിട്ടുന്ന വലിയ ചേമ്പാണ് എടുത്തിരിക്കുന്നത്. അത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഷ്ണിച്ച് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് തിള വരുന്നിടം വരെ ഒന്ന് വേവിച്ച് മൊത്തത്തിൽ വെന്ത് പോകരുത്, ഒന്ന് തിള വന്നാൽ മതി. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചേമ്പിനൊരു കിളുകിളുപ്പുണ്ടായിരിക്കും, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒന്ന് തിള വരുമ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് ഊറ്റിയെടുത്തിട്ട് വേറൊരു ചട്ടിയിലോട്ട് മാറ്റുക. അതിലേക്ക് അത് വേകാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, 2 കഷ്ണം കുടംപുളി, പച്ചമുളക്, എരിവിനുള്ള പച്ചമുളകും കൂടി ചേർത്ത് ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. അതവിടെ ഇരുന്നുകൊണ്ട് നല്ലപോലെ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അരപ്പിനായിട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉള്ളി, ഉണക്കമുളകാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അവിടെ നമ്മുടെ ചേമ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ ഉടഞ്ഞു വരും. ആ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് കുഴഞ്ഞു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലതുപോലെ മഷി പോലെ അരച്ചെടുക്കണം നമ്മുടെ അരപ്പ്. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി, നമ്മുടെ എത്ര നിങ്ങൾക്ക് ചാറ് വേണോ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ല കുറുകിയിരിക്കാനാണെങ്കിൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചാറ് കറിയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് കടുക് വറുത്ത് ചേർക്കുക. കടുക്, ഉണക്കമുളക്, ഉള്ളി, നമ്മുടെ ഉലുവ, ഇത് ഇത്രയും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ ചേമ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. പണ്ടുള്ളവർക്കൊക്കെ ഈ കറി നല്ലപോലെ അറിയായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, തീർച്ചയായിട്ടും ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ചാനലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു, ബൈ.